ശ്രീ വി എസ് സുനിൽകുമാർ, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ബീഹാർ വിഷയം കൂടി ഉന്നയിച്ചിട്ടാണ്. ഈ പ്രക്ഷോഭത്തെ അങ്ങനെ പെട്ടെന്ന് തണുപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇതൊരു അന്തിമ പോരാട്ടം പോലെയുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ പരിപൂർണമായിട്ടും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന നിലയിലേക്ക് മാത്രമല്ല, ആ നേഷൻ എന്താണെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ഏത് നേഷനാണെന്നുള്ളത്. ആ നേഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ളൊരു പ്രയാണത്തിൻ്റെ ഭാഗമായി അവർ നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കുകയാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കുക വഴി അതൊരു സ്വാഭാവികമായൊരു പരിണാമമായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ BJPയുടെ ഈ കേണലിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇതുവരെ മറുപടി പറയാത്തത്, ഒരു മണ്ഡലത്തിലെ വോട്ടർക്ക് മറ്റു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യാൻ അധികാരമുണ്ടോ? അധികാരമില്ല. നിങ്ങൾ അങ്ങനെ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മണ്ഡലത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ബോധപൂർവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലെന്ന് അദ്ദേഹത്തെ തെളിയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ദാമോദർ പ്രസാദ് ഉൾപ്പെടെയുള്ള പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, അതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ വോട്ട് കിട്ടി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ റിസൾട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ 2026 2025 ഇലക്ഷനിൽ നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ടെക്നോളജി അങ്ങേയറ്റം വികസിച്ച ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അവിടെ ഇലക്ഷൻ EVM മെഷീൻ ഉപയോഗിക്കാതെ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുകയാണ്. ഈ EVM മെഷീനെ പറ്റി പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി ഇവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് EVM മെഷീൻ പിൻവലിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകാൻ ഈ രാജ്യത്ത് തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ EVM പറ്റി നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ 12,000 രൂപ കെട്ടിവെക്കണം. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുക? EVM മെഷീനകത്ത് ഒരു മാനിപ്പുലേഷൻ നടന്നു വന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാർക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും തെളിയിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അമേരിക്കയിൽ നടത്തിയ ഹാക്കത്തോണിൽ അവിടെ കൊണ്ടുവന്നിട്ടുള്ള EVM മെഷീനകത്ത് അവർ കുട്ടികളുടെ ഗെയിം കളിച്ച് കാണിച്ചു കൊടുത്തു അവിടുത്തെ ഹാക്കർമാരായിട്ടുള്ള ആൾക്കാർ. അതുപോലെ കാണിക്കാൻ ഈ സുപ്രീം കോടതി തയ്യാറുണ്ടോ? നമ്മുടെ സുപ്രീം കോടതിയോ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറുണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ സംവിധാനം പരിപൂർണമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് വോട്ട് ചേർക്കുന്നത് മുതൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബീഹാറിൽ എന്തോ ഇൻറ്റൻസീവായിട്ടുള്ള മാറ്റം. എന്തിനാണ് അത് നടത്തുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നിങ്ങൾ അവിടെ അങ്ങനെ നടത്തുന്ന അങ്ങനെ ഒരു നിയമം ഇവിടെ വേറെ ബംഗാളിലും ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് തൃണമൂൽ എല്ലാ എതിർപ്പും മറികടന്നുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. അവിടെ ഇവിടെ ഒന്നിച്ചേ പറ്റൂ. ഫാസിസത്തിനെതിരായിട്ട് എത്ര നമ്മൾ ഒരുമിക്കാതിരുന്നാലും ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം ഒന്നിച്ചേ മതിയാകൂ. അവിടെ ഫാസിസം ഒറ്റപ്പെടുകയും ജനാധിപത്യ ശക്തികൾ ഒന്നിക്കുകയും ചെയ്യും. ആ സമരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തൃണമൂൽ കോൺഗ്രസും DMKയും അതുപോലെ തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിക്കുന്നതിന് കാരണം എന്താണ്? ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അസ്ഥിയിൽ തൊട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അസ്ഥിയിൽ തൊട്ട ഈ പ്രശ്നത്തിൽ പിന്മാറാതെ നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സത്യത്തിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആക്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയം വസ്തുതാപരമായി സത്യസന്ധമായി ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ്. ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാനൊരു പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും നിങ്ങളൊരു മറുപടി തന്നെങ്കിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ സത്യവാങ്മൂലമില്ലാതെ തന്നെ നിങ്ങൾക്ക് നടപടി എടുക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്ത എന്താ? സത്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ പറയുന്നത് കേട്ട് ജനങ്ങളോട് ഇതിനകത്തുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾ ഇംപാർഷ്യലായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് അഗ്നിശുദ്ധിയോടുകൂടി തെളിയിക്കാൻ വേണ്ട സ്വയം ആർജിതമായ ശക്തി നിർവഹിക്കുന്നതിന് പകരം ഞങ്ങളെപ്പോലുള്ള ആളോട് പറയുകയാണ് നിങ്ങൾക്കെതിരെ കേസെടുക്കാതിരിക്കണമെങ്കിൽ സത്യം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തിരുത്താൻ തയ്യാറല്ല. അതിന് കാരണം എന്താണ്? അവരല്ല അത് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ അല്ല ചെയ്യുന്നത്, അവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമല്ലെന്ന് മാത്രമല്ല പരിപൂർണമായി നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ദാമോദർ പ്രസാദിൻ്റെ വാക്ക് കടക്കുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി അവർ അതിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കണം.
അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമില്ല എന്ന കാര്യം. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ. കേണലല്ല ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. കേണലിന് അധികാരമുള്ള ആളല്ല. ഇവിടെ മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അപഹസിക്കാനല്ല ഞങ്ങൾ ഈ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനമാണ്. ഭരണഘടനയാണ് നിങ്ങളെ അവിടെ സ്വതന്ത്രമായും നീതിയുക്തമായും പ്രവർത്തിക്കേണ്ട സ്ഥാപനമല്ല ഭരണഘടന. അതെ, ആ സ്ഥാപനത്തെ ആരാണ് തീരുമാനിക്കുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നെ ഒരു പ്രതിപക്ഷ ഇവരും കൂടി മൂന്നിൽ രണ്ടുപേര് അവരാണ്, ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അവർ തീരുമാനിച്ച ആളുകൾ അവിടെ വെക്കും. അപ്പോൾ ഇതെവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചമരം നിന്ന് കത്തുമ്പോൾ ഉണക്കമരത്തിൻ്റെ സ്ഥിതി എന്താകും എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അപ്പൊ മറ്റ് സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താകും? അതാണ് ഇത് രാഷ്ട്രീയമല്ല, ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള സമരമാണ്, രാഷ്ട്രീയ പോരാട്ടമല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.